മേഘാലയത്തിൽ പഞ്ചാബ് കിങ്സ് തന്നെ സ്വന്തമാക്കുമോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരുന്നു. IPLിലെ റെക്കോർഡ് പ്രൈസ്റ്റാക്കി ലക്നൗ സൂപ്പർ ജയൻസിലെത്തിയതിന് പിന്നാലെ ഋഷഭ് പന്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. തമാശയാണെങ്കിൽ കൂടിയും ഒരുപക്ഷെ പഞ്ചാബാണ് തന്നെ ലേലത്തിൽ എടുത്തിരുന്നതെങ്കിൽ താൻ പെട്ടുപോയനെ എന്ന് കൂടിയായിരുന്നു പന്തെന്ന് പറയാതെ പറഞ്ഞത്. എന്നാൽ ഋഷഭ് പന്തിന് മറുപടി നൽകാൻ കിങ്സിനെ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. സീസണിൽ അജയ്യരായി മുന്നേറിയൊരു സംഘത്തെയാണ് പോയ സീസണിൽ ആരാധകർ കണ്ടത്. പോണ്ടിങ്ങിൻ്റെ തന്ത്രങ്ങളിലും ശ്രേയസ് അയ്യരുടെ ചുമലിലുമേറിയ ന്യൂ വേർഷൻ പഞ്ചാബിനെ 11 വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് IPL ഫൈനലിലുമെത്തി. കലാശ പോരാട്ടത്തിൽ RCBക്ക് മുന്നിൽ കാലിടറിയെങ്കിലും ആരാധകരുടെ ഹൃദയം കവർന്നാണ് പഞ്ചാബ് കിങ്സ് എന്ന് മടങ്ങിയത്. പക്ഷേ ആ തോൽവിയുടെ കനലുകൾ ശ്രേയസും പോണ്ടിങ്ങും മനസ്സിൽ വെച്ചിരുന്നു. ഇത്രയും കാലമായി കിട്ടാത്ത കിരീടം എങ്ങനെയെങ്കിലും ഉയർത്തണം. ഇല്ലായ്മകളിലും വല്ലായ്മകളിലും കൂടെ നിന്ന ആരാധകരും മറുവാക്ക് പറയാത്ത പ്രീതീസിൻ്റെയും അത് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. പോയ പതിപ്പിൻ്റെ തനിയാവർത്തനം. മുംബൈയും ചെന്നൈയും ഗുജറാത്തുമെല്ലാം പഞ്ചാബിൻ്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ നിരായുധരായി. കളിക്കളത്തിൽ കാണുന്നത് ഓരോ മാച്ചിന് ശേഷവും കൂടുതൽ കരുത്താർജിക്കുന്ന സംഘത്തെയാണ്. ഇന്നലെ ലക്നൌവിനെതിരായ മത്സരത്തിൽ പഞ്ചാബ് എടുത്തുയർത്തി 254 റൺസ് അവരുടെ ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് തെളിയിക്കുന്നതായി. മുംബൈക്കെതിരായ പോയ മത്സരത്തിലെ ടോപ്പ് സ്കോററായ പ്രഭ്സിമ്രൻ സിംഗ് 0 മടങ്ങിയെങ്കിലും അതൊന്നും പഞ്ചാബിനെ ബാധിച്ചതേയില്ല. ആ റോൾ ഏറ്റെടുത്ത് പ്രിയാൻഷ് ആര്യ കത്തി തുടങ്ങി. ഒപ്പം കൂപ്പർ കണോൾ കൂടി ചേർന്നതോടെ 19ാം പതിപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോറിലാണത് ചെന്നു നിന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ അമിതമായി ആശ്രയിക്കാതെ നിരവധി മാച്ച് വിന്നർമാർ ഉയർന്നു വരുന്നതും ഈ സീസണിൽ പഞ്ചാബിന് പ്രതീക്ഷ നൽകുന്നു. പ്രതാപകാലത്തെ ഓസ്ട്രേലിയൻ ടീമിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ പഞ്ചാബ് കിങ്സിന്റെ പ്രകടനം. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകളിലൊന്ന് ഇങ്ങനെയായിരുന്നു: 11 പേരും ഒറ്റക്കെട്ടായി ടീമിനായി പ്രയത്നിക്കുന്നതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ അൺബീറ്റൻ റൺ. ഓപ്പണിംഗിൽ ഫിയർലെസ് സമീപനവുമായി പ്രിയാൻഷ് ആര്യ പ്രഭ്സിമ്രൻ സിംഗ് കോംബോ. 2024 IPLിൽ അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡ് സഖ്യം ഹൈദരാബാദിനായി കളിച്ചത് എങ്ങനെയാണോ അതിന് സമാനമായ ഇൻഡന്റിലാണ് ഇരുവരും ബാറ്റ് വീശുന്നത്. നിലവിൽ 5 ഇന്നിംഗ്സുകളിൽ നിന്നായി 211 റൺസാണ് പ്രിയാൻഷ് ആര്യയുടെ സമ്പാദ്യം. 2 അർദ്ധ സെഞ്ചുറിയാണ് ബാറ്റിൽ നിന്ന് പിറന്നത്. സ്ട്രൈക്ക് റേറ്റ് 248. സമാനമാണ് പ്രഭ്സിമ്രൻ സിംഗിന്റെ സ്റ്റാറ്റസും. 250 അടക്കം അടിച്ചെടുത്തത് 211 റൺസ്. ബാറ്റിംഗ് ആവറേജ് 82 മുകളിൽ. കൂപ്പർ കണോളയുടെ മിന്നും ഫോം പഞ്ചാബ് ഇന്നിംഗ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമാണ്. ജോഷ് ഇംഗ്ലീഷിന് പകരം എത്തിയ താരം 1 ഡൗൺ പൊസിഷനിൽ ടീമിൻ്റെ നെടുന്തൂണായി മാറിയിരിക്കുന്നു. കൃത്യമായ റീപ്ലേസ്മെൻ്റ് എന്ന് വിളിക്കാം. ഇതുവരെ 5 ഇന്നിംഗ്സുകളിൽ നിന്നായി കണോലി സ്വന്തമാക്കിയത് 223 റൺസാണ്. ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ 6ാമതുണ്ട്. ആദ്യ IPL സീസണിൽ തന്നെ ഈ ഓസീസ് യങ്സ്റ്റർ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പോയ സീസണിലെ അതേ ഫോമിലാണ് ശ്രേയസ് അയ്യർ. പഞ്ചാബ് കിങ്സിൻ്റെ ടീം ബാലൻസിംഗ് അയാളുടെ ചുമലിലാണ്. മുംബൈക്കെതിരായ മത്സരത്തിൽ നാം അത് കൃത്യമായി കണ്ടതുമാണ്. മെല്ലെ തുടങ്ങി കത്തിക്കയറുന്ന സ്ഥിരം ശ്രേയസ് സ്റ്റൈൽ ചേസിംഗിൽ നിർണായക റോളാണ് വഹിക്കുന്നത്. ഇതുവരെ 350 അടക്കം 52 ആവറേജിൽ 208 റൺസാണ് ശ്രേയസിൻ്റെ നേട്ടം. ബാറ്റിങ്ങിലെയും ക്യാപ്റ്റൻസിയിലെയും ബീസ്റ്റ് മോഡ് പെർഫോമൻസിലൂടെ ശ്രേയസ് ഇന്ത്യൻ ടീം സെലക്ടർമാർക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകുന്നുണ്ട്. മാർക്കസ് സ്റ്റോയിനിസ്, സ്നേഹൽ വധേര, ശശാങ്ക് സിംഗ് തുടങ്ങി മികച്ചൊരു താരനിര വേറെയും പഞ്ചാബിനുണ്ട്. അവസാന ഓവറുകളിൽ കാമിയോ റോൾ കളിക്കാൻ കെൽപ്പുള്ള മാർക്കോ യാൻസന്റെ സാന്നിധ്യവും ടീമിൻ്റെ അഡ്വാൻറ്റേജാണ്. ചേസിംഗിൽ മറ്റേതൊരു ടീമിനേക്കാളും അപകടകാരി തങ്ങളാണെന്ന് കൂടിയാണ് പഞ്ചാബ് തെളിയിക്കുന്നത്. ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് പേസ് ബോളിംഗ് ട്രയോ. പഞ്ചാബിൻ്റെ ബോളിംഗ് നിരയും ഡബിൾ സ്ട്രോങ് ആണ്. ഇന്ത്യയുടെ T20 സ്പെഷ്യലിസ്റ്റ് അർഷദീപിനൊപ്പം എറിയുന്നത് ഓസീസ് പേസർ സേവിയർ ബാർട്ട്ലെറ്റ്. മറ്റൊരു ഓപ്ഷനായി ദക്ഷിണാഫ്രിക്കയുടെ പ്രീമിയം പേസർ മാർക്കോ യാൻസൻ. ഒപ്പം വേരിയേഷനുകളുമായി ബാറ്റർമാരെ വട്ടം കറക്കുന്ന വൈശാഖ് വിജയകുമാർ. പവർ പ്ലേ ഓവറുകളിൽ ഈ ബൗളിംഗ് കോംബോ ബ്രേക്ക് ത്രൂ വിക്കറ്റുകൾ എടുക്കുന്നതോടെ പഞ്ചാബിന് കാര്യങ്ങൾ എളുപ്പമാകുന്നു. മധ്യ ഓവറുകളിൽ കളം പിടിക്കാൻ എക്സ്പീരിയൻസ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ. ഈ സീസണിൽ 4 വിക്കറ്റ് മാത്രമാണ് ഇതുവരെ നേടിയതെങ്കിലും ഏത് നിമിഷവും ഫോമിലേക്ക് വരാൻ കെൽപ്പുള്ള താരമാണ് ചഹൽ. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചും പറയാതിരിക്കാനാകില്ല. ബൗളിംഗ് ചേഞ്ചുകളും ഫീൽഡിംഗ് വിന്യാസവുമെല്ലാം പലപ്പോഴും കളിയുടെ ഗതി മാറ്റുന്ന ഡിസിഷനുകളാണ്. ഇതോടൊപ്പം പരിശീലക റോളിൽ റക്കി പോണ്ടിങ്ങിൻ്റെ സാന്നിധ്യവും ഫ്രാഞ്ചൈസിക്ക് കരുത്താകുന്നു. ഡ്രസ്സിംഗ് റൂമിലെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കി ടീമിനെ ഫൈറ്റിംഗ് സ്പിരിറ്റിലേക്ക് കൊണ്ടുവരാൻ റക്കി പോണ്ടിങ്ങിന് സാധിക്കുന്നുണ്ട്. ഇന്നലെ ഫീൽഡിങ്ങിൽ 3 ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തി തീർത്തും നിറം മങ്ങിയ ശശാങ്ക് സിംഗിനെ മത്സരശേഷം ചേർത്ത് നിർത്തിയ പോണ്ടിങ്ങിൻ്റെ ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. കോൺഫിഡൻസ് നഷ്ടമായി തുടങ്ങിയ ശശാങ്കിന് പിന്തുണയുമായി ശ്രേയസും രംഗത്തെത്തി. മൈറ്റി ഓസീസിനെ നയിച്ച പോണ്ടിങ്ങിനെ ഒരു വിന്നിംഗ് സ്ക്വാഡിനെ എങ്ങനെ നിലനിർത്തണമെന്ന് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കിരീടം നേടുക എന്നത് തന്നെയാണ് ദൗത്യം. ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ ഓർത്ത് പരിതപിക്കാതെ പൂർണ്ണമായ കരുത്തോടെ മുന്നോട്ട് പോകണം. നമ്മൾ കളിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, എതിരാളികൾക്ക് വേണ്ടിയല്ല എന്നാണ് ഞാൻ സഹതാരങ്ങളോട് പറയാറുള്ളത്. ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടാനാണ് ശ്രമിക്കേണ്ടത്.
ടീമിൽ ഒത്തൊരുമയുണ്ടായാൽ റിസൾട്ട് താനേ വന്നു ചേരും. പോയ ദിനം അഭിമുഖത്തിനിടെ ശ്രേയസ് അയ്യർ പറഞ്ഞത് ഇങ്ങനെയാണ്: കലാശപ്പോരാട്ടത്തിൽ RCBക്കെതിരെ തോറ്റതിനു ശേഷം പഞ്ചാബ് കിങ്സിന് വിശ്രമമില്ലാത്ത നാളുകളായിരുന്നു. വലിയ ലക്ഷ്യത്തിലേക്കുള്ള നിലമൊരുക്കൽ. കോച്ചിംഗ് സ്റ്റാഫുകൾ മുതൽ മുഖ്യ പരിശീലകൻ വരെ, അൺക്യാപ്ഡ് താരങ്ങൾ മുതൽ രാജ്യാന്തര താരങ്ങൾ വരെ ഒരേ മനസ്സോടെ ഇവർ നടത്തിയ കഠിനാധ്വാനമാണ് സീസണിലെ ഈ അൺബീറ്റൻ റൺ. പഞ്ചാബ് കുതിക്കട്ടെ, ഈ വർഷം അവരുടേതാണ്.